നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനിടെ ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷം 47 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 77 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ. ഇന്നലെ വൈകുന്നേരവും ഉത്തര സുമാത്രയിൽ റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ശക്തമായ ഭൂകമ്പവും അനുഭവപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം ഉണ്ടായതിനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പുതിയ ഈ 2 ഭൂചലനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഇന്തോനേഷ്യയിൽ ദുരന്ത ഭീതി വീണ്ടും ശക്തമായിരിക്കുകയാണ്. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് ആണ് ഉത്തര സുമാത്രയിലെ ഭൂചലനത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂമിക്കടിയിൽ 175 കിലോമീറ്റർ ആഴത്തിലാണ് രണ്ടാമത്തെ ഭൂകമ്പ പ്രഭവ കേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഓഗസ്റ്റ് 15 പുലർച്ചെ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് തീരത്തുണ്ടായ 7.7 തീവ്രതയുള്ള ഭൂകമ്പമാണ് രാജ്യത്തെ ആദ്യം പിടിച്ചുകുലുക്കിയത്. അതിൽ നിന്ന് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നതിനിടയിലാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പിന്നീട് 2 ഭൂകമ്പങ്ങൾ ഇന്തോനേഷ്യയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും അവിടെയുള്ള ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പുലർച്ചെ 3:28 ആദ്യത്തെ ശക്തമായ ഭൂചലനം ഉണ്ടായിരുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ വിശാലമായ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തിൽ ഉണ്ടായ രണ്ടാമത്തെ ഭൂചലനമായിരുന്നു ഇത്. ദ്വീപിന്റെ തലസ്ഥാനമായ മേധനിൽ നിന്ന് ഏകദേശം 126 കിലോമീറ്റർ തെക്ക് കിഴക്കായി പെമാറ്റങ് സിയാൻഡറിലാണ് പ്രഭവ കേന്ദ്രം. 183 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പമുണ്ടായത്. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ശക്തമായ പ്രകമ്പനത്തിന് പിന്നാലെ ഈസ്റ്റ് ന്യൂസ തെങ്കരയുടെ ചില ഭാഗങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ പിന്നീട് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. 47ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇനിയും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കാരണം 3 ഭൂകമ്പങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നുള്ള ഭയപ്പെടുത്തുന്ന കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഭൂചലനത്തിന്റെ ആഘാതത്തിൽ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും വൈദ്യുതി തടസ്സവും വാർത്താവിനിമയ സംവിധാനങ്ങളുടെ തകരാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ റോഡുകളിൽ കുന്നുകൂടിയതോടെ രക്ഷാപ്രവർത്തന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുഷ്കരമായി. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെയും പൊടിപടലങ്ങൾ ഉയരുന്നതിന്റെയും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഭൂചലനത്തിന്റെ ഭീതിയിൽ നിരവധി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും റിപ്പോർട്ടുകളുണ്ട്. ദുരന്തത്തിൽ കുറഞ്ഞത് ഇതുവരെയുള്ള ഒരു കണക്കനുസരിച്ച് ഏകദേശം 50ഓളം ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ഏകദേശം 2000 നിവാസികളെയാണ് താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായിട്ട് ഇന്തോനേഷ്യയിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട 2 ഗ്രാമീണർക്കായി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. റോഡുകളിൽ കെട്ടിക്കിടക്കുന്ന അവശിഷ്ടങ്ങളും വിവിധയിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകരാറുകളും രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ്. ഒരേ ദിവസം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതോടെ ഇന്തോനേഷ്യയിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. നേരത്തെ 7.7 തീവ്രതയുള്ള ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് വരെ പുറപ്പെടുവിക്കേണ്ടി വന്ന സാഹചര്യത്തിന് പിന്നാലെയാണ് ഉത്തര സുമാത്രയിൽ വീണ്ടും 6.8 തീവ്രതയുടെ പ്രകമ്പനം അനുഭവപ്പെട്ടത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് 6.0 തീവ്രതയുള്ള മറ്റൊരു പ്രകമ്പനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇന്തോനേഷ്യയിലെ ജനങ്ങൾ. അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പരമാവധി ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റുകയാണ് അവിടെയുള്ള അധികൃതർ.